കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അതിൽ പ്രതി അഫാന്റെ കൂടുതൽ മൊഴികൾ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫർസാനയെ കൊന്നത് കൂട്ടക്കൊല നടത്തിയ കാര്യം ഏറ്റുപറഞ്ഞതിന് ശേഷമാണ് എന്ന് അഫാന്റെ മൊഴി. അതേസമയം തന്നെ അച്ഛൻ അബ്ദുൾ റഹീം ആശുപത്രിയിലെത്തി അമ്മ ഷെമിയെ കണ്ടു. ഇന്ന് രാവിലെയാണ് അബ്ദുൾ റഹീം വിദേശത്തു നിന്ന് നാട്ടിലെത്തിയിരിക്കുന്നത്. 7 വർഷങ്ങൾക്ക് ശേഷം തനിക്ക് പരിക്കേറ്റത് കട്ടിൽ നിന്ന് വീണെന്ന് ഷെമി പറഞ്ഞതായാണ് അയൽവാസികൾ പറയുന്നത്. ഇന്നത്തെ സംഭവവികാസങ്ങൾ വിജിനാണ് വാർത്തയിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, ഏറ്റവും വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് റഹീം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഉണ്ടായത്. കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, സമാനതകൾ ഇല്ലാത്തത് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അടുത്ത ആളുകളോട്, ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കളോട് അതിക്രൂരമായ ഒരു കൊലപാതകം നടത്തുന്നു, കൂട്ടക്കൊലപാതകം നടത്തുന്നു. പക്ഷേ പ്രതി അഫാന്റെ മൊഴികളിലുള്ള വൈരുദ്ധ്യമുണ്ട്. ഇന്ന് റഹീം പറയുന്നതും അതാണ്. 65 ലക്ഷം രൂപയുടെ കടമൊന്നും തനിക്കില്ല, തങ്ങൾക്കില്ല എന്ന് പറയുന്നു. കേസന്വേഷണം ഏത് ഘട്ടത്തിലാണിപ്പോൾ? എന്തായാലും കേസന്വേഷണം ഒരു ഭാഗത്ത് ഇങ്ങനെ ദുരൂഹതകൾ നീക്കാനായി പുരോഗമിക്കുമ്പോൾ ഈ അഹാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വലിയ ഞെട്ടിപ്പിക്കുന്ന ഓരോരോ മൊഴികളാണ് എന്നുള്ളതാണ്. അഫാൻ ഇന്നലെ, അതായത് ഈ ആദ്യത്തെ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് പാങ്ങോട് പോലീസിന് നൽകിയ മൊഴികളിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമുള്ളത്. അതായത് 4 പേരെ കൊലപ്പെടുത്തിയ വിവരം, ആ ഉമ്മ ഉൾപ്പെടെ 4 പേരെ താൻ കൊന്നു എന്ന് ഫർസാനയോട്, തന്റെ കാമുകി ഫർസാനയോട് അത് പറഞ്ഞ ശേഷമാണ് ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും എന്ന് ഫർസാന തിരിച്ച് ചോദിച്ചപ്പോഴാണ് ആ കസേരയിൽ ഇരുത്തി തന്നെ ഫർസാനയുടെ തലക്ക് ചുറ്റിക കൊണ്ട് അടിച്ചത് എന്ന മൊഴിയാണ് നിലവിൽ ഇപ്പോൾ അഫാൻ നൽകിയിരിക്കുന്നത് പോലീസിന്. ഒപ്പം തന്നെ ഈ ലത്തീഫ് എന്ന് പറയുന്ന അച്ഛന്റെ സഹോദരനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായിരുന്നു. സാമ്പത്തികമായി താൻ ഈ ഇത്തരത്തിൽ ബാധ്യതകളൊക്കെ ഉണ്ടാക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും നിരന്തരമായി കളിയാക്കുകയും ചെയ്തു എന്നുള്ള അത്തരം ഒരു വൈരാഗ്യത്തിൽ നിന്നാണ് കൊല നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിരുന്നില്ല. അത് ഒരുപക്ഷെ ഈ കൊലപാതക വിവരം പുറത്തു പറയുമോ എന്ന ഭയന്നാണ് ഭാര്യയെയും കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. ഇതിനു ശേഷമാണ് നേരെ ഫർസാനയെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തിക്കുകയും അതിനുശേഷം ഫർസാനയുടെ താൻ ഇങ്ങനെയുള്ള കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് വിവരിക്കുകയും ചെയ്തു. അതിനുശേഷം ഫർസാനയെ കൊല്ലുന്നു. പിന്നീട് അനുജനെ കൂട്ടിക്കൊണ്ടുവന്ന് അനുജനെയും കൊലപ്പെടുത്തുകയായിരുന്നു. അതിൽ അമ്മ മാത്രം വലിയ തരത്തിലുള്ള അക്രമത്തിന് ഇരയായി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ ആവർത്തിച്ച് പോലീസിനോട് ഒരു കൂസലുമില്ലാതെ വിശദീകരിക്കുകയാണ് നിലവിൽ അഫാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റ് കാരണങ്ങളൊന്നും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ അഫാന്റെ ഒരു ജീവിത രീതി ഒക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ബാങ്ക് അക്കൗണ്ടുകൾ, ഒപ്പം തന്നെ അവസാനം അമ്മയുടെ ഫോണും കയ്യിൽ എടുത്താണ് പോയത്. പോലീസിന് അമ്മയുടെ നമ്പറായിരുന്നു കൊടുത്തിരുന്നത്. ഈ ഓട്ടോക്കാരനെ ഏൽപ്പിച്ച് തിരിച്ച് ഫോൺ വീട്ടിലെത്തിക്കണം എന്നാണ് അഫാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നമ്പർ, ആ ഫോൺ എന്ന് പറയുന്നത് അതൊരു പക്ഷേ ഈ പ്രത്യേക സാങ്കേതിക വിദ്യയിൽ ഒറ്റത്തവണ ലോക്ക് ചെയ്യുന്ന സമയത്ത് അത് ആ ലോക്കിന്റെ പാറ്റേൺ മാറിക്കഴിഞ്ഞാൽ കുറെ ഡാറ്റാസ് ഒക്കെ ഡിലീറ്റ് ആയി പോകാനുള്ള അത്തരം സാങ്കേതിക വിദ്യകൾ കൂടിയുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരുപാട് തവണ ആ ഫോണിന്റെ ലോക്ക് പാറ്റേൺ അഫാനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോലീസിനെ കുഴക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്തിനു വേണ്ടി സാമ്പത്തികം ഇത്തരത്തിൽ കൈകാര്യം ചെയ്തു എന്ന കാര്യമൊക്കെയുണ്ട്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ മാത്രമേ തനിക്ക് ബാധ്യതയുള്ളൂ എന്നാണ് അച്ഛൻ പറയുന്നത്. പക്ഷേ അതിനപ്പുറം ഏകദേശം 72 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഈ കുടുംബത്തിന് നിലവിലുണ്ട്. പല ആളുകളിൽ നിന്ന് കടം വാങ്ങിച്ചത്, ഒപ്പം തന്നെ ബാങ്കിൽ ചിട്ടി നടത്തി അത് പിടിച്ച തുകയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തുകകളുണ്ട്. റഹീമിന് ഈ കടബാധ്യത 15 ലക്ഷമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ കുടുംബത്തിന് 65 ലക്ഷം, ഷെമിയുടെ പേരിൽ മാത്രം അത്രയും ഉണ്ട്. വീണ്ടും ഒരു 15 ലക്ഷത്തോളം തനിക്കുണ്ട് എന്നൊക്കെയാണ് അഫാന്റെ മൊഴി. അതിലേക്ക് റഹീമിന് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രമല്ല, അതിലേക്ക് റഹീം പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് റഹീമിന്റെ കടം മാത്രമല്ല, കുടുംബത്തിന് മറ്റു ബാധ്യതകൾ ഉള്ളതായിട്ട് റഹീം പറയുന്നുണ്ടോ? മറ്റൊന്നറിയേണ്ടത്, കൊലയുടെ മനഃശാസ്ത്രം എന്താണ് എന്ന് നിർവചിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള മൊഴികളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ വിധമാണ് അഫാൻ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കടബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ അതിലേക്കുള്ള വസ്തുതകളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ അന്വേഷണം എങ്ങനെയാണ് എന്ന് പറയാൻ കഴിയും? അതായത് കടബാധ്യത ഈ പറഞ്ഞതുപോലെ ഉണ്ടോ, അതാണ് കൊലപാതകത്തിന് കാരണം എന്ന് ഡിഫൈൻ ചെയ്യാൻ വിധത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ?
അന്ന എന്തായാലും ഈ അബ്ദുൾ റഹീമിന്റെ മൊഴി പോലീസ് ശേഖരിച്ചിട്ടില്ല. നേരത്തെ ഫോണിൽ വിളിച്ച് ചില വിവരങ്ങൾ തേടിയത് മാത്രമേ ഉള്ളൂ. ഇന്ന് വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു. അബ്ദുൾ റഹീം വിമാനത്താവളത്തിലെത്തിയപ്പോഴും ഒപ്പം തന്നെ നേരെ ആശുപത്രിയിലേക്ക് വന്നപ്പോഴും പിന്നീട് പാങ്ങോടിലെ വീട്ടിലേക്ക് ചെന്ന് അവിടെയുള്ള സഹോദരിയെ കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരയുന്ന നിലയൊക്കെ ഉണ്ടായി. ശേഷം ഇവരുടെ കബറിനരികിൽ ഓരോരുത്തരെയും കബറിന്റെ അരികിൽ പോയി കരയുന്ന കാഴ്ചകളൊക്കെ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ റഹീമിൽ നിന്ന് കൂടുതൽ മൊഴികളൊന്നും പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ റഹീം നേരത്തെ പറഞ്ഞത് തനിക്ക് അത്ര വലിയ ബാധ്യതയോ കടമോ ഒന്നുമില്ല. അവിടെ ബിസിനസ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചില കടങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതല്ല, കുടുംബത്തിന് വലിയ ബാധ്യതകൾ ഒരുപാടുണ്ട്. അത് പലരും കടം വാങ്ങിയ ആളുകളൊക്കെ തിരികെ ചോദിക്കുന്ന സമയത്ത് മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി അത് സെറ്റിൽ ചെയ്യും, വീണ്ടും കടക്കാരായി തന്നെ തുടരും. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെയുള്ള കടങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ആഡംബര ജീവിതം, ആർഭാട ജീവിതം തന്നെയായിരുന്നു ഈ അഫാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത്തരം ബാധ്യതകളൊക്കെ ഉണ്ടാകുമ്പോഴും പുതിയ ബൈക്ക് വലിയ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് അഫാൻ. അങ്ങനെ ആ വാഹനത്തിലാണ് യാത്രയൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ഒരു പുറമോടി കാണിക്കാനുള്ള ഒരു ശ്രമം കുടുംബത്തിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിൽ അമ്മ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നിലവിലില്ല. എന്തായാലും അമ്മയോട് അച്ഛൻ സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞത്, അകത്ത് റഹീം കയറിപ്പോയപ്പോൾ കൈപിടിച്ച് പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് താഴെ വീണാണ് അപകടം ഉണ്ടായത് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെ വിശദീകരിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈകാരികമായി എത്ര ഇതായാണ് ആ അമ്മ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നതാണ്. സ്വാഭാവികമായും അവർ അറിഞ്ഞിരിക്കാനുള്ള സാധ്യതകളൊന്നുമില്ല. പുറത്ത് ഈ വിധത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മകൻ ഒരു കൂട്ടക്കൊലപാതകത്തിൽ പ്രതിയായിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ ആ കൂട്ടക്കൊലപാതകത്തിൽ വിടവാങ്ങിയിട്ടുണ്ട് എന്നതൊന്നും ആ സ്ത്രീ അറിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയൊന്നുമില്ല. പക്ഷേ അങ്ങനെ അത്രയും വിശ്വസിച്ചിരുന്നു ഫർസാനയും അമ്മയും ഒക്കെ ഈ അഫാനെ. അഫാനാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന കാര്യം അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. അത് മറക്കാനുള്ള ഒരു ശ്രമമാണ് ഒരുപക്ഷെ താൻ കട്ടിൽ നിന്ന് വീണതാണ് എന്ന് പറയുന്നതിലൂടെ ചെയ്യുന്നുണ്ടാകുക. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ മർദ്ദനമേറ്റത് ഓർമ്മയൊക്കെ പോയി വീണ്ടും ഇത് ഓർത്തെടുക്കാൻ കഴിയാത്ത അത്തരം സാഹചര്യത്തിലായിരിക്കും. പക്ഷെ ആളുകളെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഭർത്താവ് വന്നപ്പോൾ കൈപിടിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെയും മക്കളെ ചോദിക്കുന്നുണ്ട്. അതായത് അഫ്സാനെയാണ് തുടർച്ചയായി ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. ബന്ധുക്കൾ അകത്ത് കയറുമ്പോൾ മകൻ എവിടെയാണ്, ഇളയ മകൻ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ തൊട്ടടുത്ത ഈ ഇവരുടെ തന്നെ സഹോദരന്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞത് സമാധാനിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെയൊരു സംഭവം ഒന്നും നടന്നത് പൂർണ്ണമായും അറിഞ്ഞിട്ടുണ്ടാകില്ല. ഒരുപക്ഷെ അഫാൻ തന്നെയാണ് തന്നെ ആക്രമിച്ചത് എന്ന കാര്യം ഉമ്മയ്ക്ക് അറിയാം എന്ന സംശയത്തിലേക്കാണ് എത്തുന്നത്. കാരണം അത് ഒഴിവാക്കാൻ, അഫാനെ ഇത്തരത്തിൽ കുറ്റം ചെയ്ത ഒരാളായി കാണാതിരിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം കട്ടിൽ നിന്ന് താൻ താഴെ വീണതാണ് എന്നുള്ള അത്തരത്തിലൊരു അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഇത് മറയ്ക്കാനുള്ളൊരു ശ്രമം ഒരുപക്ഷെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ അനുമാനം മാത്രമാണ്. ഇതിലൊക്കെ പൂർണ്ണമായും സാങ്കേതികമായും ഒക്കെ ഡോക്ടർമാരുടെ ഒക്കെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസിന്റെ അന്വേഷണം സാമ്പത്തിക തട്ടിപ്പും സാമ്പത്തികമായ കടബാധ്യതയും ഒക്കെ ആയി തന്നെ കുടുങ്ങിക്കിടക്കുമ്പോഴും ഇത്രയും അരുംകൊല നടത്താനുള്ള കാരണം അത് എന്താണ് എന്ന് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഈ വൈരുദ്ധ്യങ്ങളില്ലെങ്കിലും തുടർച്ചയായി ഈ കാര്യങ്ങൾ പലതരത്തിലുള്ള കാരണങ്ങളാണ് അഫാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പോലീസിനെ കുഴക്കുന്നുണ്ട്. എന്തായാലും മറ്റു തരത്തിലുള്ള ഈ മാനസികാരോഗ്യ വിദഗ്ധരുടെയൊക്കെ സഹായത്തോടെയൊക്കെ ഈ കൂടുതൽ മൊഴിയെടുക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. നാളെയോടുകൂടി ഒരുപക്ഷെ ഡിസ്ചാർജ് നൽകും. അതിനുശേഷമായിരിക്കും കൂടുതൽ കേസുകളിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തുക. അത് തന്നെയാണ്, മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ അഫാൻ ഇല്ല എന്ന വിലയിരുത്തലുകളിലാണ് പോലീസ് ഉള്ളത്. കടബാധ്യത ഏതു വിധത്തിൽ വന്നു, ഈ മൊഴി ഒക്കെ വിശ്വസിക്കാവുന്നതാണോ എന്നതിലേക്കൊക്കെ ഇനി അന്വേഷണം കടക്കേണ്ടിയിരിക്കുന്നു. റഹീമിന്റെ മൊഴിയെടുക്കണം, ഷെമിയുടെ അമ്മയുടെ മൊഴിയെടുക്കണം. ഇങ്ങനെയുള്ള സംഭവവികാസങ്ങളൊക്കെ അടുത്ത ദിവസങ്ങൾ നടക്കാനിരിക്കുകയാണ്. ആ വാർത്തയിൽ വിവരങ്ങൾ നൽകിയത് വിജനാണ്.